ഹലോ എവരി വൺ. ഇന്ന് നമുക്കൊരു വട്ടയിറ്റിൻ്റെ കണ്ടാൽ ഇത് ഞാൻ പൂനെ പോയിരുന്ന സമയത്ത് എടുത്ത കേട്ടോ. ഞങ്ങൾ നാട്ടിലെ ഭക്ഷണം വല്ലാണ്ട് ഞാൻ മിസ് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു ദോശ കഴിക്കാൻ പോകുന്ന കേട്ടോ. അവളെന്നെ കൂട്ടിക്കൊണ്ടുവന്നാണ്. കാണാൻ ദോശ പോലെയൊക്കെ ഉണ്ടെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മസാല ദോശ വാങ്ങിയത്. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ. അവിടെ പോയാൽ നമുക്ക് അവിടുത്തെ ഫുഡ് തന്നെ കഴിക്കുന്നതാണ് ഇതിലും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ചട്നിയൊക്കെ ഭയങ്കര മധുരം, കടുകൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ നിന്ന് എനിക്ക് സാമ്പാർ കണ്ണെടുത്താൽ കണ്ടുകൂടാ, പക്ഷേ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ പോലെ ചട്നി അത്രയും കൊള്ളില്ലാത്തതുകൊണ്ട് ഞാൻ സാമ്പാർ മാത്രം കൂട്ടിയിട്ടാണ് കഴിച്ചത്. പിന്നെ ചായയും കാപ്പിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അത് രണ്ടും മാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ ചായയും ഞാൻ കോഫിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ടും ഞാൻ കുടിച്ചു നോക്കി, അടിപൊളിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് രാവിലെ എന്തായാലും അങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ അമനോരമയിൽ പോയിട്ട് അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പരിചയമുള്ള ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ KFC കയറിയതാണ്. നമ്മളൊരു ബക്കറ്റ് ചിക്കനും അതിൽ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ പോപ്കോണും പിന്നെ കുറച്ച് മറ്റേ ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെ ഇതൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒരു ഡിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു തന്തൂരിയുടെ, പിന്നെ പെപ്സി. അങ്ങനെ ഇതെല്ലാം കൂടെ കഴിച്ചു. അങ്ങനെ അത് അടിപൊളിയായിരുന്നു, നമുക്കറിയുന്ന ടേസ്റ്റാണല്ലോ. പിന്നെ തലേ ദിവസം ഞങ്ങൾ ദഹിപൂരിയൊക്കെ കഴിച്ച ആ ഒരു ഹാങ് ഓവർ തന്നെയായിരുന്നു. അപ്പോൾ അത് വീണ്ടും കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ഇത് വേറെ എന്തോ ഒരു സാധനമാണ്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കിതൊന്നും കഴിച്ച വലിയ ശീലമില്ല. അതുകൊണ്ട് ഫുൾ നേരത്തെയും കഴിക്കുമ്പോൾ പുറത്താണ് പോയത്, ഇതും കഴിച്ചപ്പോൾ പുറത്താണ് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല വീഡിയോ വേണം, നീ നന്നായിട്ട് കഴിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ കനവിനോട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ അടിപൊളിയായിട്ടാണ് കഴിക്കുന്നത്. എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് എപ്പോൾ കഴിച്ചാലും പുറത്തു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും നന്നായിട്ട് കഴിക്കുന്ന വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ എടുത്ത് വയലിട്ടാണ്. എന്നിട്ടും കുറച്ചൊരംശം പുറത്ത് തന്നെയായിരുന്നു. എങ്ങനെ ഇത് സംഭവിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. പിന്നെ അവിടുത്തെ ഒരു ഒതൻറ്റിക് സാധനം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കോപ്ലയോ എന്തോ ഒരു സാധനം പേര് എനിക്കറിഞ്ഞൂടാ. അതുവരെ രുചികരമായി കഴിച്ചതിൻ്റെ എല്ലാ ടേസ്റ്റും നഷ്ടപ്പെട്ടു പോയി. വായയിലേക്ക് വെച്ചിട്ട് ഞാൻ ഇറക്കണോ തുപ്പണോ എന്നുള്ള അവസ്ഥയിലായിരുന്നു. നമ്മുടെ കടലമാവ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു. അതിന് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു പരിപാടിയുണ്ട്, അത് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര ഭാഗ്യമാണല്ലോ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർ പാട്ടും മേള കൂത്തൊക്കെ നിർത്തി. ഗൈസ്, എന്ത് ചെയ്യാൻ പറ്റും.